ഹലോ ചങ്ങായിമാർ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ജീവിതവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു, ഹാപ്പി അല്ലേ? പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോക്ക് ഒന്നൊരു കമൻറ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ കറുത്തിട്ടാണ്, അതുകൊണ്ട് എന്താക്കുകയാണ്, എൻ്റെ കൂട്ടുകാരെയൊക്കെ കളിയാക്കുകയാണ്, എൻ്റെ വീട്ടുകാരെയൊക്കെ കളിയാക്കുകയാണെന്ന് പറഞ്ഞ് ഒരാൾ ചെയ്ത കമൻറ്റാണ്. ഇതുപോലെ തന്നെ എത്രയോ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്, കറുത്തതിൻ്റെ പേരിൽ കളിയാക്കി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ്, സൂസൈഡ് ചെയ്യാൻ പോവാണ്, അതാക്കാണ് ഇതാക്കാണെന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ ഈ വീഡിയോ കാണുന്നത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, 2026 നിങ്ങൾ നിറത്തിൻ്റെ പേരിൽ ഒരാളെ കളിയാക്കുന്നുണ്ടെങ്കിൽ, വണ്ണം പറഞ്ഞ ഒരാളെ കളിയാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ 2026 ഉള്ളത് 1990 ജീവിക്കുന്നത്. അവിടെ നിറത്തിൻ്റെ പേരിൽ, അതായതില്ലേ കളിയാക്കുന്ന നിങ്ങൾക്ക് ചെറിയൊരു തമാശയായിരിക്കാം, നീ കറുത്തിട്ടാണല്ലേ, അങ്ങനെ ജസ്റ്റ് അങ്ങനെ പറഞ്ഞതായിരിക്കാം. പക്ഷെ ഓപ്പോസിറ്റുള്ള ആളുടെ മനസ്സിൽ കേൾക്കുന്ന ഒരു ക്ഷതമുണ്ട്, ഒരു സങ്കടമുണ്ട്. അത് ചെറിയ വിഷയമല്ല മുത്തേ. കാരണം എത്രയോ ആൾക്കാർ നിറം പറഞ്ഞ് കളിയാക്കിയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഈ 2025 കഴിഞ്ഞ വർഷം തന്നെ കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. സോ നിറം പറഞ്ഞൊന്നും ആരും കളിയാക്കാതിരിക്കുക. കാരണം അതൊക്കെ പടച്ചോന്ന് തരുന്നല്ലേ. അതിപ്പോൾ ആരുടെയെങ്കിലും തെറ്റാണോ? ഇപ്പോൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ വെളുത്തിട്ടാണ്, എനിക്ക് വെളുത്തിട്ട് തന്നെ ആവണം പഠിച്ചോൻ, അല്ലെങ്കിൽ എനിക്ക് കറുത്തിട്ട് തന്നെ ആവണം പഠിച്ചോൻ, എനിക്ക് തടിച്ചിട്ടാവണം, എനിക്ക് മേലിട്ടാണോ പഠിച്ചോണ്ട് പറയാൻ പറ്റില്ലല്ലോ. പഠിച്ചോൻ എങ്ങനെ തരുന്നു അതുപോലെ തന്നെ ഭൂമിയിലേക്ക് വരുന്നതല്ലടാ. അതൊരാളുടെ തെറ്റാണോ? അതുകൊണ്ട് അതിൻ്റെ പേരിൽ ആരെയും കളിയാക്കാതിരിക്കുക. അതായത് ലോകം നമ്മൾ അംഗീകരിക്കണമെങ്കിൽ, നമ്മൾ സക്സസ് ആവണമെങ്കിൽ, നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ വെളുത്തിട്ട് തന്നെ ആവണമെന്നൊരു നിർബന്ധമില്ല. ഒരു കഥയുണ്ട്. ബ്രസീലിലൊരു ചെറുപ്പക്കാരൻ, ഒരു പാവപ്പെട്ട പയ്യൻ, പട്ടിണിയും പരിവട്ടവും മാത്രം അനുഭവിച്ചൊരു പയ്യൻ. കുറച്ച് സാഹിത്യം കയറ്റി പറഞ്ഞതേ ഉള്ളൂ, ഓക്കെ. അങ്ങനത്തെ ഒരു പയ്യൻ ചെറുപ്പം തൊട്ടേ ഓൻ്റെ വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരൊക്കെ ഓനെ കളിയാക്കുക, കറുത്തവൻ 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 എന്നാണ്. പട്ടിണി ആയതുകൊണ്ട് തന്നെ ഓന് ഏറ്റവും വലിയ ഇഷ്ടം എന്നുള്ളത് ഫുട്ബോളാണ്. പക്ഷേ ഈ പട്ടിണിയും പരിവട്ടമൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫുട്ബോൾ വാങ്ങാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക് മറ്റേ പാക്കറ്റിൻ്റെ ഉള്ളിൽ കടലാസൊക്കെ കുത്തിയുറച്ച് ഒരു പന്ത് പോലെ ആക്കിയിട്ട് അത് തട്ടിയിട്ടാണ് കളിച്ചത്. അങ്ങനെ അവന് 17-ാമത്തെ വയസ്സിൽ അവന് ബ്രസീലിയൻ ടീമിന് വേണ്ടിയിട്ട് ഫുട്ബോൾ വേൾഡ് കപ്പിൽ കളിക്കുകയാണ്. മൈതാനത്ത് ഇറങ്ങിയപ്പോഴും ഗ്യാലറിയിൽ നിന്ന് എല്ലാ ആൾക്കാരും കളിയാക്കണത് കറുത്തവൻ കറുത്തവൻ, സ്വാഭാവികം. പക്ഷേ ഓൻ എന്താക്കിക്കില്ല, തളം നിൽക്കില്ല. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളെന്നെ കളിയാക്കിക്കോളൂ, ആ കളിയാക്കലുകൾ ഞാൻ എന്താക്കാം, എൻ്റെ നാഴികക്കല്ലാക്കി മാറ്റിക്കോളാം എന്നുള്ളൊരു ഡയലോഗ് ഉണ്ട്. അതേ ഡയലോഗിന് ഓനും പിടിച്ചെന്താക്കി കളിയാക്കലൊക്കെ കേട്ട് ലാസ്റ്റ് അവസാനം കളി കഴിഞ്ഞ് അന്ന് ബ്രസീൽ ടീം ജയിച്ച സമയത്ത് ഗ്യാലറിയിൽ നിന്ന് എല്ലാ ആൾക്കാരും എഴുന്നേറ്റ് നിന്ന് ആ കറുത്തവൻ കറുത്തവൻ എന്ന് വിളിച്ച് കളിയാക്കിക്കില്ലേ, ഓൻക്ക് വേണ്ടി കൈയടിച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓന് എല്ലാവരും കളിയാക്കിയപ്പോൾ ഇങ്ങനെ നോക്കി ചിരിച്ചു വന്നു. എന്നിട്ട് എന്താക്കി, ഓൻ അതിന് റിവെഞ്ച് എടുത്തു. ഓൻ്റെ കഴിവ് വെച്ച് ഓൻ അതിന് റിവെഞ്ച് എടുത്തു. ഓനെ കളിയാക്കിയവരെ കൊണ്ട് കൈയടിപ്പിച്ചു. സോ എൻ്റെ വീഡിയോ കാണാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും നിറത്തിൻ്റെ പേരിൽ കളിയാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തളരരുത്. നിങ്ങൾ എന്താണോ ഡ്രീം, ആ ഡ്രീം അച്ചീവ് ചെയ്യുക, അതിൻ്റെ സക്സസ് ആയിട്ട് അവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുക. അവിടെ ഇപ്പോൾ ലോകത്തിൽ സക്സസ് ആയ എല്ലാ ആൾക്കാരും വെളുത്തിട്ടൊന്നുമല്ലല്ലോ. APJ അബ്ദുൽ കലാം, മൂപ്പര് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? മൂപ്പര് വെളുത്ത് സുന്ദരക്കൂട്ടപ്പനാണോ? നോ. പക്ഷെ എന്താ, മൂപ്പര് കറുത്തൻ്റെ പേരിൽ മൂപ്പരാണെങ്കിൽ അതായത് സക്സസ് ആയതിനു ശേഷം മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഇല്ല. ചരിത്രത്തിൽ ഇപ്പോഴും APJ അബ്ദുൽ കലാമിനെ എല്ലാ ആൾക്കാരും വർണ്ണിച്ചുകൊണ്ടാണ് പറയുന്നത്. സോ നിറം ഒരു വിഷയമല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും പറയാൻ കഴിയും, എനിക്കിപ്പോൾ 20 വയസ്സായി. ഈ 20 വർഷത്തിനിടയിൽ ഇതുവരെ ഞാൻ ഒരാളെപ്പോലും നിറം പറഞ്ഞിട്ട് കളിയാക്കിയിട്ടില്ല. ഇനി കറുത്തിട്ടാണ്, ഇനി വെളുത്തിട്ടാണ്, സത്യം ഇന്നെ കളിയാക്കിയില്ല. ഇനി വണ്ണം പറഞ്ഞിട്ട്, ഇനി തടിച്ചിട്ടാണ്, ഇനി മെല്ലിട്ടാണ്, ഇനി നീളം വെച്ചിട്ടാണ്, ഇനി ഹൈറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട് ഞാനിതുവരെ ആരെയും കളിയാക്കിയിട്ടില്ല. കാരണം എനിക്കറിയാം ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇത്രത്തോളം സങ്കടപ്പെടുത്തും. ഈ ഒരു കാര്യം പറഞ്ഞ് കളിയാക്കിക്കേണ്ട സങ്കടപ്പെടുത്തുന്ന എനിക്കറിയാം. സോ എന്തിനാണ് വെറുതെ അതിൻ്റെയൊക്കെ പേര് വന്ന് കളിയാക്കണത്? അതും കുറേ കുട്ടികളൊക്കെ മെസ്സേജ് പറയണത് സ്വന്തം വീട്ടുകാർ കളിയാക്കണത്. നാട്ടുകാർ പോട്ടെ നോക്കാം, ആ നായ്ക്കക്ക് കുരക്കാനേ അറിയത്തുള്ളൂ, അത് വിഷയമല്ല. ഈ വീട്ടുകാരെന്തറിഞ്ഞിട്ടാ കളിയാക്കണേ? അത് എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത്. വീട്ടുകാർ കളിയാക്കുക, സ്വന്തം ഉമ്മ കളിയാക്കുക, സ്വന്തം അമ്മ കളിയാക്കുക, അച്ഛന്മാർ പാരൻസ് കളിയാക്കുക, ഏട്ടൻ്റെ അനിയന്മാർ. ഇപ്പം ഇന്നലെ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഇക്കാക്കാം ഇങ്ങനെ കറുത്തതിൻ്റെ പേരിലൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇങ്ങനെയൊക്കെ. അപ്പം എൻ്റെ വീഡിയോ ആണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് മുതൽ ഇനി നിങ്ങൾ ഇത്രത്തോളം നിറത്തിൻ്റെ പേരിൽ പറഞ്ഞിട്ട് ആരെയും കളിയാക്കിയിട്ടുണ്ട്, ഇന്ന് മുതൽ നിങ്ങൾ എന്താവുക, കളിയാക്കാതിരിക്കുക. കാരണം എന്താ അറിയോ, ഈ കറുപ്പ് എന്നുള്ളത് എത്ര ലോക്കൽ, എത്ര എന്താണ് രസമില്ലാത്ത സാധനമൊന്നുമല്ല. ഈ നക്ഷത്രമില്ലേ, നക്ഷത്രത്തിൻ്റെ തിളക്കം കാണണമെങ്കിൽ കറുത്ത രാത്രി വരണം, വെളുത്ത പകല് നക്ഷത്രത്തിൻ്റെ തിളക്കം കാണാൻ കഴിയില്ല. സോ കറുപ്പിന് ഏഴഴക്, ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്നവരിൽ പേരൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെ കുട്ടികളൊക്കെ എക്സാം അടുത്തെത്തി,
+1 +2 ആവട്ടെ, SLC ആവട്ടെ, എല്ലാത്തിൻ്റെ ആനുവൽ എക്സാം അടുത്തെത്തി മാർച്ച് 1 മുതൽ സ്റ്റാർട്ട് ആവുകയാണല്ലോ. നിങ്ങൾ കുട്ടികളെ കൂടുതലായിട്ട് പ്രഷർ ചെയ്യാതിരിക്കുക, പരമാവധി അവരെ സപ്പോർട്ട് ചെയ്യുക. ഇത് രാവിലെ എന്താണ് അവരെ രാത്രി പെട്ടെന്ന് ഉറക്കി രാവിലെ അവർ സുബീക്ക്, അതായത് 3 മണിക്കൊക്കെ എണീപ്പിച്ച് കുത്തിയത് പഠിപ്പിച്ച് വൈകുന്നേരം കളിക്കാൻ വിടാതെ പഠിപ്പിച്ച് അങ്ങനെ അവരെ പ്രഷർ ചെയ്തിട്ടുണ്ടെങ്കിലേ അവർക്ക് തന്നെ മടുക്കോടോ. അവരെ ഹാപ്പിയായ രീതിയിൽ അവർക്ക് സന്തോഷം കൊടുക്കുന്ന രീതിക്ക് എന്താക്കുക, അവരോട് ബിഹേവ് ചെയ്യുക, അവരോട് പെരുമാറുക. എന്നിട്ട് അവരൊരു ഫ്രണ്ടിനെ പോലെ പാരൻസായി നിങ്ങൾ നിന്നിട്ട് അങ്ങനെ അവരോട് പഠിക്കാനൊക്കെ പറഞ്ഞു നോക്കിയേ, അവർ നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിത്തരും. ഇനിയിപ്പം വേറൊരു കാര്യം, മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ എന്താക്കരുത്, നിങ്ങൾ കളിയാക്കരുത്. കഴിഞ്ഞ SLC എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത്. എന്താ അറിയോ, 10A+ കിട്ടാത്തതിന് ഓക്ക് 9A+ ഉണ്ട്. അപ്പോൾ A+ കുറഞ്ഞതിൻ്റെ പേരിൽ വീട്ടുകാരോളെ കളിയാക്കി, വീട്ടുകാരെന്താക്കി ഓളെ വഴക്ക് പറഞ്ഞതിൻ്റെ ഒറ്റൊരു പേരിൽ ഓളെ ആത്മഹത്യ ചെയ്തു. സോ നിങ്ങളെ മക്കളെ കുറേ കാലം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമിൻ്റെ പേരിൽ എന്താക്കരുത്, മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ വഴക്ക് പറയരുത്. ഇപ്പോൾ ഈ ഫർവാനി എന്ന എന്നെ നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ SLCയിൽ A+ വാങ്ങിയതിൻ്റെ പേരിലാണോ? +1 +2 A+ വാങ്ങിയതിൻ്റെ പേരിലാണോ? അല്ല, എൻ്റെ കഴിവായി ടോക്കിംഗ്, മോട്ടിവേഷൻ ഇതൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്നെ അറിയുന്നത്. സോ ലോകത്തെ എല്ലാ ആൾക്കാരും വലിയ വലിയ മാർക്ക് വാങ്ങിയതിൻ്റെ പേരിലൊന്നല്ല അറിയപ്പെട്ടത്, അവരുടെ സ്കില്ല് വെച്ചാണ് അറിയപ്പെട്ടത്. സോ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികൾ ഒരിക്കലും മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ കളിയാക്കാതിരിക്കുക. എത്ര തന്നെ മാർക്കല്ല, മുമ്പ് കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇന്നലെ ലാസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിൽ വന്ന കമൻസ് കുട്ടികളൊക്കെ പറഞ്ഞത് ഇത് തന്നെയാണ് ബ്രോ പ്രശ്നം, ഇത് തന്നെയാണ് വീട്ടുകാർ മനസ്സിലാക്കുന്നില്ല. വേറെ നാട്ടുകാർ പറഞ്ഞോട്ട് പ്രശ്നമില്ല, കൂട്ടുകാർ പറഞ്ഞോട്ട് പ്രശ്നമില്ല. ഈ സ്വന്തം പേരൻസ് ഇങ്ങനെ പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്നത് കുറേ കുട്ടികൾ കാരനോടൊക്കെ പറയുന്നത്. സോ പേരൻസായ നിങ്ങളോട് എനിക്ക് പറയാൻ, നിങ്ങളെ കുട്ടികളെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, മാർക്ക് കുറഞ്ഞ പ്രശ്നമൊന്നുമില്ല. എന്താ പ്രശ്നം? SLCയിൽ കുറച്ച് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അതിൻ്റെ പേരിലൊന്നും പ്രശ്നമില്ല. അതിൻ്റെ പേരിൽ പ്രശ്നമാവും. അങ്ങനെ അറിയും നിങ്ങൾ കുട്ടികളെ വല്ലാതെ ഇനി മാർക്ക് കുറഞ്ഞ് കമ്പയർ ചെയ്യരുത്. ഇപ്പം മിന്നാന്നൊരു പരിപാടിക്ക് പോയ സമയത്ത് അടുത്തൊരു കുട്ടി എന്നോട് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞതറിയോ, കാക്കു നിങ്ങളൊരു വീഡിയോ ഇടോ? അയച്ചാൽ എന്താടാ പറഞ്ഞോളി. ഈ പാരൻസ് കുട്ടികളെ കമ്പയർ ചെയ്യുന്നില്ലേ, ആ കമ്പാരിസം, ആ ഒരു സാധനത്തിനെ പറ്റി ഒരു വീഡിയോ ഇടണം. കാരണം എൻ്റെ അമ്മ എനിക്ക് പറയാണ്, എൻ്റെ അമ്മ എന്താക്കുകയാണ്, എന്നെ അപ്പുറത്തെ കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാണ്. എനിക്ക് SLCയിൽ 9A+ ഉണ്ടായിരുന്നു ബ്രോ, പക്ഷേ എന്നെ എന്താക്കിയില്ല, എൻ്റെ അമ്മ അഭിനന്ദിച്ചിട്ടില്ല. കാരണം എന്താ അറിയോ, അപ്പുറത്തെ വീട്ടിലെ പെണ്ണിന് 10A+ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താക്കി, അമ്മ ഓക്ക് ലഡു വാങ്ങിക്കൊടുത്തു. വല്ലാതെ അങ്ങ് പൊഴുത്തി പറഞ്ഞു. ഒരു പ്രാവശ്യം പോലും എന്നോട് എന്താക്കിയില്ല, നല്ല ഉഷാറായിക്കും മോനെ, സെറ്റായിക്കും മോനെ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി എന്നോട് പറഞ്ഞ. അതൊക്കെ വലിയൊരു വിഷയമാണ്. സോ എൻ്റെ പ്രിയപ്പെട്ട പേരൻസ്, നിങ്ങളെ കുട്ടികളെ മനസ്സിലാക്കുക. ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് ആ കറുത്ത വിഷയം, ആ കറുപ്പിൻ്റെ വിഷയം, നിറത്തിൻ്റെ വിഷയം, അതൊക്കെ അതായത് ഞാൻ തന്നെ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്യല്ലേ, കളിയാക്കല്ലേ. ഇപ്പോഴും കുറേ മനുഷ്യന്മാർ കളിയായിക്കൊണ്ട് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാണ്ടൊക്കെ ദേഷ്യം വരുന്ന സംഭവമാണ് ഈ നിറത്തിൻ്റെ പേരിലേക്ക് കളിയാക്കുക എന്നുള്ളത്, ആ ഒരു സാധനം. പിന്നെ ഈ മാർക്കിൻ്റെ വിഷയം, എക്സാം വരുന്നതിൻ്റെ ഈ മാർക്കിൻ്റെ വിഷയത്തിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ കളിയാക്കുക. ഇതിലൊക്കെ ഏറ്റവും ഈ ഒരു ഞാൻ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ അറിയോ, ഈ നിറത്തിൻ്റെ പേരിൽ കളിയാക്കുന്നവരിൽ, അതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ കളിയാക്കുന്നവരിൽ ഫസ്റ്റ് ആയിട്ടുള്ളത് വീട്ടുകാർ, പേരൻസ് ആണ്. സോ ഈ വീഡിയോ മുഴുവനായിട്ടും പേരൻസിനുള്ളതാണ്. പേരൻസ് എന്താക്കുക, കാണുക, മക്കളെ സപ്പോർട്ട് ചെയ്യുക, അവരെ ചേർത്ത് പിടിക്കുക. മാർക്ക് എത്രയായാലും അക്സെപ്റ്റ് ചെയ്യുക. കൂടുതലായിക്കിട്ട് സന്തോഷിക്കുക, കുറവായാലും സന്തോഷിക്കുക. ലൈഫ് എന്താണ്, ഈ SLCയോടെ ലൈഫ് തീരുന്നൊന്നുമില്ല, അല്ലെങ്കിൽ +1 +2 ലൈഫ് തീരുന്നൊന്നുമില്ല. ഒരു പക്ഷെ തീരും നിങ്ങളെന്താക്കിയാലും മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അവരെ കളിയാക്കിയാൽ. സോ ഒന്നും ആരുടെയും തെറ്റൊന്നുമല്ല, മാർക്ക് കുറഞ്ഞത് തെറ്റൊന്നുമല്ല. അവർ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ടാണ് എക്സാം എഴുതുന്നത്. ഓരോ കുട്ടികളും അവർക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട്, നല്ല മാർക്ക് കിട്ടണം. പിന്നെ മാർക്ക് കുറവാന്നുള്ളത് അതൊക്കെ സ്വാഭാവികമാണ്. ഓക്കെ, എല്ലാവർക്കും എല്ലാവർക്കും എന്താണ് A+ കിട്ടുകയാണെങ്കിൽ പിന്നെ SLC വെച്ചതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. കുറച്ച് ആൾക്കാർക്ക് മാർക്കൊക്കെ കുറയണ്ടേ. പിന്നൊന്നുമില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കും ഇങ്ങനത്തെ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളി. നമുക്ക് എന്താക്കാം, നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട്, സ്നേഹനിധികളായ മുത്തുമണികളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും എന്താക്കരുത്, ഇനി നിറത്തിൻ്റെ പേരും പറഞ്ഞ് ആരെയും കളിയാക്കരുത്, അവരുടെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലും ആരെയും കളിയാക്കരുത്. ഓക്കെ, അപ്പം ശരി.